பருந்த அந்த பருந்து கீழ 100 பசங்க എടാ എടാ ഒരു ഡൗട്ട് ആടാ എടാ ഇന്ന് ഉച്ചക്ക് സിറ്റുവേഷൻ എന്താ ഇല്ലേ ഒറ്റ എടാ ഉച്ചക്ക് എന്തോ ആയില്ലേ അപ്പൊ അതെന്തായി അല്ല അതിന്റെ ബേസിൽ കണ്ടിന്യൂ ഇപ്പൊ അടിക്കാവോ എന്താണ് അതൊക്കെ നമ്മള് ഡീൽ ചെയ്യാം ഇതിപ്പം എല്ലാരും എവിടെ ഇല്ല എടാ സൂര്യ എന്താടാ അപ്പ എവിടെ അപ്പയൊക്കെ തീർന്നു ഞാൻ ഫോട്ടോയിൽ ഒരു മാലയും വെച്ചിരുന്നോ നിന്റെ കുറി നീട്ടിയിട്ടെ ചെവിയിൽ 2 ചന്ദനത്തിരിയും വെച്ചോ ഞാൻ പറയട്ടെ ഇത്രയും പേര് വെച്ച് വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കണ്ണാപ്പ അവന്റെ അടുത്ത് പോയെന്ന് അവന് മനസ്സിലായി മണപ്പീസ് മനസ്സിലായി അവന് മെറ്റടിക്കുമ്പോ ചെവിയൊക്കെ പൊട്ടക്കണ കേക്കാവോ നിന്റെ അടുത്താ പൊട്ടക്കണ ആ ഓക്കെ അപ്പൊ നീ പൊട്ടനെ നീ സമ്മതിച്ചു വണ്ടിന്ന് മാറിക്കാവോ നീ പൊട്ടനെ സമ്മതിച്ചു ഇത്ര നേരം ഹലോ വെച്ചപ്പോ എനിക്ക് ചെവിക്കാത്ത എന്തെങ്കിലും ഉണ്ടായിരുന്നു നിന്റെ വണ്ടിയിൽ നിന്ന് വന്ന് മാറി നിൽക്കാവോ സൗകര്യം ഇല്ലടാ പൊട്ടക്കണ്ണ എന്താ നെയിൽ വെച്ച് വെള്ളിയാണോ പൊട്ടക്കണ്ണനെ 1 കിലോ പഴം കൊടുക്കും ആ മാസ്ക് ഉണ്ടല്ലോ ഊരി വലിച്ചെന്റെ വായിക്കാത്ത പറ്റും മാറ് നിങ്ങൾ സംസാരിക്കടാ ഹലോ ബ്രോ ഹലോ പേരെന്താ ബ്രോ റൊസാറിയോ നിങ്ങൾ തീരത്തിന്റെ നിങ്ങൾക്ക് പുറത്തിറങ്ങോ പറഞ്ഞോ കേക്കാം എന്താ തുമ്പെന്ന് പറഞ്ഞ ബ്രോ പിന്നെ ബ്രോ അതെന്തിനാ ട്യൂബ്ലൈറ്റ് മാറ്റുന്നത് അവരുടെ ലീഡറിനെ 2 ദിവസം വാടകയ്ക്ക് മേടിച്ചാ പോരെ കൊണ്ടുവന്ന് നിർത്താം കത്തിച്ചിരിക്കാൻ പറ്റുമോ ബ്രോ നിങ്ങളുടെ ലീഡറിന് 2 ദിവസം ഒന്ന് നിക്കാൻ പറ്റുമോ ബ്രോ ഞങ്ങൾ ഓക്കെ ആണോ അറിയത്തില്ലെന്ന് ബ്രോ അതിപ്പോ എങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യും നമുക്ക് എല്ലാവർക്കും നമുക്ക് നോർമൽ റോബറി അടിച്ചല്ലോ ഹോസ്റ്റേജ് വേണമല്ലോ എല്ലാവർക്കും ഫ്ലീക്ക് അടിക്കാം നമുക്കൊരു ഫ്ലീക്കർ റോബറി അടിക്കാം നമ്മള് ഗണ്ണയിലേക്കല്ലടാ ഹോസ്റ്റേജ് നമ്മള് ഫ്ലീക്ക് അടിക്കുന്നു നീ ഇറങ്ങുവാ പെർമിഷൻ എടുക്കൂല മോനെ നീ ഇറങ്ങ് നമ്മള് നോർമലി സിറ്റിസൺ നമ്മളെ പോവാ അവനെന്ത് ക്യാരി അടിച്ചടാ ഒറ്റൊരുത്തരും ഗ്യാങ് വൈസ് സൂക്കല്ലേ കേട്ടല്ലോ ഒറ്റൊരുത്തരും എടാ ഗ്യാങ് വൈസ് സൂക്കല്ലേ ഒരുത്തരും ഓക്കെ സിറ്റിസൺ ആയിട്ട് അവനെ അങ്ങനല്ല അവനെ റോബറി അടിക്കാനാ കൊണ്ടുവന്നേ അവന്റെ ഇൻഡിവിജ്വൽ ക്യാരക്ടർ ആയിട്ട് മാത്രമേ ഇതാക്കാവുള്ളൂ ഓക്കെ ഗ്യാങ്ങിനെ മെൻഷൻ ചെയ്യല്ലേ അപ്പൊ ഇനി റോബറി അടിക്കാം റോബറി അടിച്ചിട്ട് ബ്രോ എന്താണ് ബ്രോ ഫിയറില്ലേ ഫിയറില്ലേ എന്താണ് ഇതെന്താണ് ബ്രോ ഇതെന്താണ് ഫിയറില്ലേ എന്താടാ ഫിയറില്ലേ ഇവന്
മൂന്നേര് കണ്ടെയ്ൻ ചെയ്യുമ്പോ അവന് ഫിയർ ഇല്ല അവന് മനസ്സിലായില്ലേ ബോഡി കാണുന്നുണ്ടോ അവർക്ക്? എടാ നമ്മള് ഒരു റോബറി അടിക്കാനായിട്ട് അവനെന്താ കൂടെ വന്നാലെന്താ അവന് ഇത് ഗണ്ണി ഇപ്പൊ മാസമായിട്ട് കിടക്കുന്ന ആര് അർജുൻ ദാസ് അവൻ എന്താ അവന്റെ ശവാന്ത കാണുന്നില്ല എടാ 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 ഇവിടെ 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 എന്ത് നീ എന്താണേലും നീ റൊസാരി ആണേലും ആരാണേലും ഇവിടെ ഫിയർ കാണിച്ചോണം മനസ്സിലായോ EMS-നോടാ ഇവനെ പൊക്കടാ ഇവനെ കൊണ്ടിട്ട് ഇവൻ ഇന്ന് ഫിയർ കാണിച്ചിട്ട് വിട്ടാണടാ എടാ നീല ഇവനുണ്ടല്ലോ ഇവന് ഫിയർ കാണിച്ച് സ്റ്റാഫ് സിറ്റിയിലെ കക്കൂസി ഇവനെ കൊണ്ട് കഴിപ്പിക്കാം വാ ഇത്ര ഉള്ളു ഇവനിന്ന് ഫിയർ കാണിക്കും ഇവനെന്താ ഫിയർ ഇല്ലാത്ത എന്താ അവനെന്താ നിന്നെന്താ മറ്റേ റോബറിക്കല്ലേ നമ്മൾ വിളിച്ചത് വേറെ എന്തെങ്കിലും ലോസ്റ്റ് ആയിട്ട് ഇവിടെ ആരെ വേണേലും കൺപോയിന്റ് ചെയ്ത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും എന്താണ് എന്തേ അവനെന്തേ നീല പക്കാടാ താഴെ നിക്കടാ കട്ടി നീ താഴെ നിനക്കെന്താ ഫിയർ ഇല്ലാത്ത അല്ലല്ല ഒറ്റക്കാരാണോ എടാ ഒരാളേക്ക് ജുഗ്രു പറഞ്ഞല്ലോ ഏത് ഗ്യാങ്ങാ സിറ്റിയിലെ എല്ലാ ഇറങ്ങിയത് അടിയുള്ളത് കണ്ടികള് അങ്ങനെ പറയണ ആരും ചോദിക്കില്ല പിന്നെ എന്തിനാ നീ ഗ്യാങ് ആണോ ചോദിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞേ ആ ഉടുപ്പൊക്കെ ഊരിക്കോ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഹെൽമെറ്റ് ഒക്കെ ഊര് മുട്ടയിൽ ഏതാണോ നിന്നെ തോൽപ്പിക്കാനാ മുട്ടയിൽ ഇടിയടാ കൊണ്ട് ഒറ്റ അവന് ഹീല് ആർമർ ആദ്യം ഹീല് ആർമർ ഫുഡ് കൊടുത്തടാ കൊടുത്തടാ വെയിറ്റ് ചെയ്യണം അവൻ ഇല്ലേ ചാവാണ് ചത്തുപോ അവൻ ഈ മറ്റേ സംസാരിക്കട്ടോ നീ അല്ലാത്തപ്പോഴൊക്കെ നല്ല സംസാരം കഴിക്കേക്ക് ഫുഡും ഇലുവല്ലാടി പഴം എന്തിനാ അവന്റെ വായി രാവിലെ എല്ലാരും തിരികെ കൊടുക്കാറുണ്ട് പഴം പഴത്തിന്റെ ആവശ്യമൊന്നുമില്ല അവന് അതെ മതി ഹീലൊക്കെ ഇരിയടാ അങ്ങോട്ട് ആണോ പിന്നെ ആരായിട്ട് തോന്നുന്നു എന്റെ പൊന്നു സഹോദര മോനെ ഇരിക്ക് അവൻ പോയോ അവനതൊക്കെ ഇഷ്ടമല്ലേടാ ബാല മുട്ടിൽ നല്ല ശീലം ഉണ്ടതാ ഫിയർ കാണിക്കാനി അത് ചോദിക്കട്ടോ ഫിയർ കാണിക്കാൻ എന്താ ആൾക്കാരാ നമ്മള് മാന്യമായിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് മാന്യത കളയിക്കുന്ന ലെവൽ എത്തിക്കരുത് നീ അതെ എന്തുകൊണ്ടിട്ടാണ് മുൻ ഫിയർ കാണിക്കാനേ ഒരു വട്ടം ഞാൻ ഇത് നിനക്കുള്ളതാണേ നീ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാനാണ് ഹോസ്റ്റേജ് ഇരിക്കാൻ അങ്ങോട്ട് ഇത് തിരുവനന്തപുരം സൂവല്ല ഇത് ഇനി പറ മോനെ അവിടെ എല്ലാരും ഒന്നും മോൻ എന്തുകൊണ്ട് ഫിയർ കാണിച്ചില്ല കേക്ക് എന്താണ് കാണിക്കല്ലേ അപ്പൊ കാണിക്കാൻ എന്താ ബ്രോ അപ്പൊ കാണിക്കാത്ത ഓ പിന്നല്ലാതെ വിചാരിക്കല്ലേ പിന്നെ അണ്ണു അവന്റെ അടുത്ത് എടാ ഹീലും ആർമ ഇതൊന്നും അടിച്ചു രണ്ടും കൊടുത്തു അല്ലല്ല അവൻ കൊടുത്ത് അടിച്ചില്ല അവൻ അടിച്ചിട്ടില്ല അവൻ കരയാണ് ഒരു ദാക്ഷണ്യമില്ല ഒരു ദാക്ഷണ്യമില്ല
ഇല്ല അഭിനയടാ അങ്ങോട്ട് ഒന്ന് മാറ്റിയേ ആ ഇടർന്നല്ല കരഞ്ഞ് കരയട്ടവൻ പറഞ്ഞോ പേടിയുണ്ടോ? എന്തിനു വെക്കണം എന്തിന് പേടിക്കണതോ മുട്ടേരടാ നമ്മളെന്തോടെ പാലൊക്കെ പോകും. ഓ നാടകം നിന്നെ നാടകം കളിക്കാണ് അവിടെ കൊണ്ടുവന്നേ ഒരു കാര്യം പറയട്ടെ, മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് കരുതി നീ ചുമ്മാ തോളെ കയറിയിട്ട് ചൊറിയരുത്. പറഞ്ഞു ബ്രോ ഞാൻ നിങ്ങ പറയണേന്നല്ലേ ഇത് പറഞ്ഞേ നീ കണ്ണീര് തുടക്കി നീ കണ്ണീര് തുടച്ചിട്ട് പറ. നീ സൗണ്ട് ഒന്നും റേസ് ചെയ്യല്ലേ. കണ്ണീര് തുടക്കാ നീ പറ പറമോനെ നീ പറ, പറ. നിനക്കാ വരുന്നത്. അപ്പൊ എന്താ ഫീർ കാണിക്കാൻ നീ? സമയം കൂടും ഫിയർ കാണിച്ചിട്ട് ആ മറന്നുപോയി മറന്നുപോയെന്നോ ആഹാ ഇത് ഈ ഹോസ്റ്റേല് ഇപ്പൊ നീ മറന്നുപോയില്ലേ ഫീർ കാണിക്കാനായിട്ട്? ഇപ്പൊ ഓർത്ത് അവൻ ഇപ്പൊ ഓർത്തോളാ, ഇപ്പൊ ഓർത്ത് കാണിക്കാൻ ഞാൻ ഇപ്പൊ. ഓത്ത് ഇവിടെ പറയണിരിക്കുന്നുണ്ട് പോയി അതെ എനിക്ക് അങ്ങോട്ട് ഇത് ടൈം എക്സ്ട്രാ ആണ് കേട്ടോ. ഇതെന്താണ്? ഇത് ടൈം എക്സ്ട്രാ ആണ്. ഇത് ടൈം എക്സ്ട്രാ ആണ്. ബ്രോ കേക്കുന്നുണ്ട് പറഞ്ഞു മര്യാദക്ക് പറയുന്നതിന് ഉത്തരം പറഞ്ഞു ഇരുന്നാ മതി കേട്ടോ. അല്ലാതെ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യടാ അവൻ എന്തൊക്കെ കഴിവുകളുണ്ട് നിനക്ക്? എന്തൊക്കെ ബ്രോ കുട്ടാ നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? ഈ പാട്ട് പാടല്, വണ്ടി കഴുകുന്നത്, കക്കൂസ് കഴുകുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടോ നിനക്ക്? ആ അപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് നമുക്ക് ഗ്യാങ് വണ്ടി ആദ്യം കഴിക്കല്ലേ, ഗ്യാങ് വണ്ടി കഴിക്കല്ലേ. ടീഷർട്ട് അങ്ങോട്ട് വരും, ആദ്യം ടീഷർട്ട് അങ്ങോട്ട് ആ വണ്ടി അങ്ങോട്ട് കഴിവ്. ആ വണ്ടി കഴിക്കോ, ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ, ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ, ഗ്യാങ് വണ്ടി ഒന്ന് കഴിവ്. ഗ്യാങ് വണ്ടി ഒന്ന് കഴിയേ. മറ്റേ ആമ വണ്ടിയല്ല ഇത് കേട്ടോ. ഓ ആ അതിപ്പോ ഒരു 15 മിനിറ്റ് അത് കഴിഞ്ഞ് ആ ടൈം കൊണ്ട് ഇത് കഴിവ് തുടങ്ങിയോ അത് കഴിഞ്ഞ് വേറെ പരിപാടികളല്ല കേട്ടാ. അതുവരെ വണ്ടി കഴിക്കൽ ചെറിയ ചെറിയ പരിപാടികൾ. അതാ എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ റോസാരിയോ, നീ നമ്മുടെ കിട്ടിയത് നിന്റെ ഭാഗ്യം സത്യം. അതെ. എന്തെങ്കിലും ഒരു മൂളല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് വീട് ചേട്ടന് നല്ലൊരു മൂളലല്ലേ? സത്യം പാട്ടുപാടാൻ കഴിവുള്ള ഒരു മൂളലല്ലേ? മൂന്നല് വേണ്ട, നീ അണ്ണാന്ന് വിളിച്ചതില്ലേ? കണ്ണ ഇങ്ങ വന്നേ കണ്ണ ഒരു സൈഡ് മാത്രം വരയ്ക്കാടാ, എല്ലാ സൈഡും വരാ, എല്ലാ സൈഡും വരാ. പാട്ടുപാടിയാൻ കഴിവുള്ള പറടാ അവനെ കൊണ്ടേ വാക്കിംഗ് സ്റ്റൈൽ അത് സമയമുണ്ട്. ഒരാൾ വരാണ്ട് വെയിറ്റ് പാടിയിട്ട് പോയാൽ മതി. ചിച്ചി പ്രസാദ് പാട്ട് പാടിത്തരാൻ എന്താ മൂള് നീ ഇത് ഇത് നിന്നെ വെക്കുന്നത് ഇതിന്റെ രാത്രിയാകുമ്പോ രമേശനുണ്ട്, രമേശൻ നിന്നെ വെക്കുന്നതല്ല വെക്കുന്ന സൗണ്ട് ഉണ്ടാക്കാനല്ല പറഞ്ഞത്. മൂളാ അങ്ങോട്ട് കഷ്ടം തന്നെ കേട്ടോ, കഷ്ടം തന്നെ. നമ്മുടെ മാന്യത പിടിപ്പിക്കല നീ ഓ അങ്ങോട്ട് ഞാൻ ഹോൾഡ് ചെയ്ത് ആ എന്നെ നെർഫ് ചെയ്ത് വെച്ചേക്കാ, അഴിച്ചുവിട്ടാ നീ. നീ പാടിയിട്ട് പോയാ മതി. പാടാറില്ല ആ ഇങ്ങനെയാണ് പാടി പഠിക്കുന്നത്. നീ പാട്, നീ പാടിയിട്ടേ പോത്തോളൂ. നിന്റെ കഴിവുകൾ വേദി ചെയ്ത് തറയാക്കല്ലേ, നമ്മളെ തറയാക്കല്ലേ. അത് അവൻ തന്നെ ഉണ്ടാക്കിയതാ. കറക്റ്റ് കേട്ടാ. സിദ്ധിയുണ്ട്. ഉണ്ട് നമുക്ക് ഇവൻ സൗണ്ട് കൊരങ്ങന്റെ സൗണ്ട് ഒരു ഇപ്പൊ ഉണ്ടാക്കിയതിന് 1 മിനിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അടിപൊളിയായിരിക്കും ബ്രോ, അത് അടിപൊളിയാ. നാച്ചുറലി വരുന്ന നാച്ചുറലി വരുന്ന സാധനം ഒന്നുകൂടെ ഇല്ലടാ. നീ നേരത്തെ മൂളില്ലേ അതൊരു 1 മിനിറ്റ് അങ്ങ് മൂള്. ഓ പറടാ നിർത്താണ്ട് മൂളിക്കുക. ആണോ? അതെല്ലാം കൊടുക്കാം, ഒരാൾ വരാനുണ്ടോ വെയിറ്റ് ചെയ്യാൻ. ഞാൻ ഇല്ല 10 സെക്കൻഡ് ആയുള്ളൂ, ബാക്കി 50 സെക്കൻഡ് മൂളടാ. പറയാൻ നിർത്തിയാൽ മിണ്ടല്ലേ ഇതില് സെർജി വെക്കുന്ന ശബ്ദം പറഞ്ഞില്ലേ? ഇവനെ വെച്ചാലോ? ഓ ശരി അവന് ശബ്ദം മാറുന്ന കേട്ടാ.
കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതൊരു 2x സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ പല സൗണ്ടുകളും അതിന്റെ അല്ല ഇത് ഒരു സൈഡ് മാത്രം വരച്ചോണ്ടിരിക്കുക വണ്ടി മൊത്തത്തിൽ കഴുകണം ചുറ്റിനും നടക്കും മാറി നിൽക്കണേ മാറി നിൽക്കണേ. എല്ലാരും വെച്ച് എല്ലാരും സ്പേസ് നടന്ന് കഴുകുക അങ്ങോട്ട് നടന്ന് കഴുകുക ആഹാ ഒരു കാര്യം ചെയ്യാം ഒരു മാലയും കൂട്ടി ഇരുത്തി നിന്നെ രാജാവാക്കട്ടെ ഇവിടുത്തെ എടാ എണീക്കടാ കണ്ടി പറഞ്ഞോ എണീക്കടാ കണ്ടി ഇവരത് കുടിച്ചു നിർത്തിയാലോ പാരാ പിന്നെ കുറച്ചുനേരം അതിപ്പോ ഈ സമയമുണ്ടല്ല സമയമുണ്ട് 10-15 മിനിറ്റ് പോലും ആയിട്ടില്ല സമയം ഇഷ്ടം പോലല്ലേ കഴുകട കണ്ടിപ്പട്ടി നീ ഇറങ്ങുന്നത് നീ കഴുക് നീ ഇത് കഴിഞ്ഞ് നിനക്കുണ്ട് റൊസാരിയോ പത്തോട്ടം കണ്ടിന്ന് പറഞ്ഞ കണ്ടി 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 നിന്റെ പേര് അവന്റെ സ്പോർട്സ് സ്പിരിറ്റ് കേട്ടാ എന്തൊരു ഉത്സാഹമാണ്. ഇതില് സ്പിരിറ്റാ സാറേ കണ്ടിന്ന് പറയാ ഇതില് സ്പിരിറ്റാ സാറേ തഗ് തന്നെ കേട്ടോ തഗ് തന്നെ പറയുന്ന അവന്റെ സ്പിരിറ്റ് കേട്ടില്ലേ റൊസാരിയോ കണ്ടി പത്തെണ്ണം പറ കണ്ടി റൊസാരിയോ കണ്ടി റൊസാരിയോ കണ്ടി റൊസാരിയോ കണ്ടി അങ്ങനെ പറ റൊസാരിയോ കണ്ടി റൊസാരിയോ കണ്ടി അത് നമുക്കറിയാം പറയണ്ട നീ എടുത്തെടുത്ത് പറയണ്ട അറിയാം റൊസാരിയോ കണ്ടി റൊസാരിയോ കണ്ടി ഇനിയിപ്പോ സെർജിയോ അടുത്ത സെർജിയോ കണ്ടി സെർജിയോ കണ്ടി സെർജിയോ കണ്ടി സെർജിയോ നമുക്കറിയാം നാട്ടുകാർക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണത് ഇങ്ങനെ പറ പ്രത്യേകിച്ച് പറയണ്ട മതി അല്ല സമയമുണ്ടോ ഒരാളോട് വരാനുണ്ടോ ഒരാളോടെ എല്ലാരും വരണ്ടാണ് എല്ലാരും വരണ്ടാണ് സമയമുണ്ട് 10-20 മിനിറ്റ് മണ്ടക്കുണ്ട് ഇനി ഇത്രയും പെട്ടെന്ന് സ്റ്റേജ് ആവുമെന്ന് വിചാരിച്ചായിരുന്നു നീ തുടച്ചോണ്ട് സംസാരിച്ചോ ഇത്രയും പെട്ടെന്ന് തുടക്കല്ല നീ കുറച്ചേരം എടാ കക്കൂസ് കഴിക്കടാ ഇല്ല വണ്ടി മതി കക്കൂസ് കഴിക്കടാ അവനെ കൊണ്ട് നിന്നെ മാലയിട്ട് ഇവിടെ ഇരുത്തടാ നിന്നെ വണ്ടി മാത്രം തൊലിച്ചോണ്ടിരിക്കാൻ പോയി കക്കൂസ് കേടാ കണ്ടി നീ ഇവിടുത്തെ പോ കക്കൂസ് കേടാ കണ്ടി പോണ അതല്ലേ വൈബ് സോറി ശൗചാലയം വൃത്തിയാക്കാൻ പറയണം അവനെ അത് മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ മണീനെ നടക്കടാ റൊസാരിയോ പോണ്ടെന്ന് പറയണം അവൻ ജീവിതത്തെ ആദ്യമായിട്ട് സത്യം പറയണ കേട്ടല്ലോടാ പറയുന്നതിന് ഇഷ്ടപ്പെട്ടല്ലേ നീ കക്കൂസ് കഴുകു അവിടെ കയറി പിടിക്കല്ലേ കഴിഞ്ഞിട്ട് മതി നമ്മൾ തുടക്കി കണ്ടി കഴിവടാ 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 ഇരുന്ന് കഴിവടാ എത്ര ആൾക്കാര് കഴിയൂന്നറിയോടാ കാണാനി ഇനി 15 മിനിറ്റ് അവനെ വിളിച്ചോക്കട്ടെ മര്യാദക്ക് ഫ്ലേക്ക് അടിക്കാൻ വന്നാ പോലെ എന്തിനാന്ന് മാസം സത്യല്ലേ റോബർ അടിച്ചിട്ട് വിട്ടേരെ അവനെ അല്ല ആവശ്യം ഉണ്ടായിരുന്നു സത്യം അടിക്കാൻ താല്പര്യമില്ലെന്ന് എടാ നിന്റെ താല്പര്യം തൊലിച്ചോണ്ടല്ല അടിക്കുന്നത് മനസ്സിലാണോ നിന്റെ താല്പര്യം പോസ്റ്റേ കൊണ്ടുവന്ന് നിന്റെ താല്പര്യം ചോദിച്ചാണ് കൊണ്ടുവന്നേ ഇത് ഇതിനകത്തൊരു റൂൾ ഒക്കെ ഉണ്ട് മനസ്സിലായോ കേട്ടോ. നമ്മള് അതൊക്കെ അതെന്തോടാ നീ മൂളന്നെ കൊല്ലല്ലേ കൊല്ലാൻ വേണ്ടിട്ടുള്ള മറ്റേ റേസ് കൊല്ലല്ലേ അതൊക്കെ അവന്റെ കൊല്ലാൻ വേണ്ടിയുള്ള ട്രിഗറിങ് അവന്റെ റേസ് വെച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ നീ നേരത്തെ ഉണ്ടാക്കിയ സൗണ്ട് അടിച്ചു തരണേ മറ്റേ അടുത്ത ഡിസ്നിയുടെ പുറത്ത് കൊരങ്ങനെ ഡബ് ചെയ്യാൻ കൊടുക്കുക അതല്ലേ മനസ്സിലായോ തായ്ലാൻഡിൽ ഉറങ്ങോട്ട് ചാടിപ്പോയി മറ്റേ പിടിക്കേക്ക് പിടിക്കുന്നത് നീ ഒന്ന് പോയി നിൽക്കോ വേറെ രാവിലെ ഇട്ട് വേദന വരെ വള്ളി നിലത്തോട്ട
ഊഞ്ഞാലെ വന്നിരിക്കുന്നവർക്ക് ഒരു പിടിക്കൊരു പിടിച്ചം. അവന്റെ ആഗ്രഹം അതാ. നീ വേണ്ട രമേശന് ഹാപ്പി. രമേശന് എന്താ ബ്രോ? ഡൈനോസറിന്റെ സൗണ്ട് ഉണ്ടാക്കൂ. ഇല്ല 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 അണ്ണാ. എന്തൊക്കെ സൗണ്ട് ഡൈനോസറിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അത് ശരി. അതെന്താ എടാ ഞാനൊരു കാര്യം പറയാം, മാന്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നീ അതുപോലെ നിന്നാ നിനക്ക് കൊള്ളാം. പാവം, ചുമ്മാ കിടന്ന് പാവം ഗുണ്ടാ പയ്യൻ. മനസ്സിലായോ? ഓ അതോ, എടാ ഇത് നീ ഓ എന്താടാ നിന്റെ എന്താ വായിക്കാത്ത കേറിയോ? ഓ ഇവനോട് സ്പെഷ്യൽ ഡ്രസ് കണ്ണു എടുത്തോണ്ട് എന്നോ എന്തോ ആയി, ഓനെ. ഇവനായിട്ട് സ്പെഷ്യൽ ഡ്രസ്സോ അവരോട് പുറത്തുനിന്ന് പറ. ആ പുറത്തിട്ടേ അപ്പൊ ഇനി സ്പെഷ്യൽ ഡ്രസ് ഇനി ബാക്കി വേറെ പരിപാടിയാണ്. 15 മിനിറ്റ് ഉള്ളു. വാ 15 മിനിറ്റ് നാടകം നടക്കാൻ പോകും. 15 സാരി minute. വാടാ നിന്റെ നാടകം ബാബാ കഴുകിയത് മതി. ഇത്ര ആത്മാർത്ഥം വേണ്ടടാ. അവനെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴി ഇത് ഒരു പറ്റത്തില്ല. അതിപ്പോ അല്ലേലും ഒന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് ഔട്ട്ഫിറ്റ്സിന്റെ കാര്യങ്ങളുണ്ട്. ഒരു ഷെഡ്യൂൾ എടുത്തിട്ടുണ്ട്. അവനെ ഇങ്ങനെ കൊണ്ടുവന്നേടാ. അവനെ പെട്ടെന്നിട്ടാൽ അടുത്ത പണി പെട്ടെന്ന് തരാം. അത്രയുള്ളു ഇത് അത് കൊള്ളാൻ കേട്ടത്. അവന് ചേരുന്നുണ്ട്. മാച്ചാണ് സാധനം കൊരങ്ങനെ പൂമാല ഇട്ടിട്ടുണ്ട്. വാടാ രസാരിയോ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് ഇടത്തോട്ട് നടക്കണ നീ. നീ ഇങ്ങനെ കൊണയടി ഇടത്തോട്ട് നടക്കണ നീ. ആദ്യം സ്പൈഡർമാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? നിൽക്കുന്നത് ഒരു 5 സെക്കൻഡ്. കൈ വെക്കണം ഇങ്ങോട്ട് ഇങ്ങോട്ടല്ല താഴോട്ട്. അങ്ങനെ നടന്നാ മതി. കൈ വെക്കി നടന്നാ മതി. കൈ വെക്കി എടാ ഒന്നാടാ. അവനൊന്ന് സ്പൈഡർമാൻ ഇങ്ങോട്ട് ഒരു 5 സെക്കൻഡ് എടുത്താണ്. ഒന്ന് പ്ലീസ്. അവനെ കാണാൻ സ്പൈഡർമാൻ. ആ ഓക്കെ. കൈ വാ ഇങ്ങോട്ടാ. എടാ ഈ വണ്ടി ഒന്ന് സേവ് ചെയ്ത് ഒതുക്കിട്ടാടാ. ജൂടാന്ന് ഒതുക്കിട്ട്. ആ ഇനി സ്പൈഡർമാൻ എന്ന റിമോട്ട് എന്നിട്ടേ. അല്ല ഇങ്ങോട്ടെ. ബാക്കിലോട്ട് ഇങ്ങോട്ടാ. പെട്ടെന്ന് നടത്തടാ. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളേ. ആ ഓക്കെ. ഇവനെ പലവറ്റെ കൊണ്ടുപോയി സിറ്റിസൺ അങ്ങ് വിറ്റാലോ അളിയാ. ഇവനെ പലവറ്റെ കൊണ്ടുപോയി സിറ്റിസൺ അങ്ങ് വിട്ടാലോ. അണിയന്റെ ആഗ്രഹം അതായിരുന്നു. കുണിച്ച് നിർത്തിയിട്ട് ഒരു സിറ്റിസൺ അങ്ങ് വിൽക്കണോന്ന്. എടാ മണിയാ വാടാ. ഗ്യാങ് വാടാ മണിയാ. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. വാടാ മണിയാ. സ്പൈഡർമാൻ ഒന്ന് ഇട്ടടാ. സ്പൈഡർമാൻ ഒരു ഫോട്ടോ എടുക്കാം. ഒറ്റ ഫോട്ടോ എന്നിട്ട് ഇതെല്ലാം ഇട്ടില്ല. അവൻ ഇട്ടില്ല. അതൊക്കെ അവന്റെ അഭിനയാ. കൈതാത്തിട്ട് എല്ലാരും ഫോട്ടോ എടുക്കണേ. അത് തന്നെ സ്റ്റോറിയായി. രമേശിന് കാണുമ്പോ ഒരു സന്തോഷം. ബോബോയെ മറ്റേ പരിപാടിയൊക്കെ തുടങ്ങിക്കോളിയാ. ചീച്ചി പ്ലസ് ക്ലാപ്പ് കൊടുക്കണ മണി. വാക്കിംഗ് മോട്ട് ഉണ്ടല്ലോ ചീച്ചി അതങ്ങിട്ട് നിന്റെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും അറിയാം. നിനക്ക് മാത്രം അറിഞ്ഞൂടെ ഈ മോട്ട്? ഇല്ല ചെയ്യാറില്ല. നടന്നേ. ക്ലാപ്പ് അടിച്ച ക്ലാപ്പ് എത്രടാ? നടത്തൊക്കെ കണ്ടോളിയാ. ഏതാടാ നിനക്ക് പറ്റിയ സാധനം അതാ മച്ചു. പറടാ.
പറടാ. എടാ ഇവനെ നമുക്ക് പുറത്ത് ഇമോട്ടിട്ട് നിർത്തിച്ചിട്ട് ആർക്കെങ്കിലും പൈസക്ക് അങ്ങ് ബേബി അല്ലേ ഇവനെ വിറ്റെടുത്തോണ്ട് പറ. പിന്നെ വിളിക്കാം baby. അത് പക്ഷേ സക്കീറിന്റെ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കാരണം മറ്റേ ക്യാരക്ടർ റിലേഷനിലോട്ട് പോകുന്ന അറിഞ്ഞൂടാ. അത് നോക്കാം. ഒരു എന്ത് ഹ്യൂമിലേഷൻ വാ നോക്കാം. വാ നീ ബേബിനെ വിളിച്ച് റെഡിയാക്ക്. ബേബിനെ വിളിച്ച് വാ. അത് കൊടു. ഓയ് ചാച്ചാ ഇതുപോലെ നീ ഉൾപ്പെടെ നിന്റെ കൂടുതലുള്ള 30 എണ്ണം വന്ന് ശിഖണ്ഡിയെ പോലെ കിടക്കുന്ന തുള്ളു. മനസ്സിലായോ? ഇനി ആട് മതി. അമ്പോ വസ്തുക്കര വയ്യേ ചാച്ചാ. മതി ചാച്ചാ. എടാ നീ അതോടെ പറഞ്ഞു ചാച്ചാന്ന് പറഞ്ഞു. പഠിയാ എൻജോയ് ചെയ്യണേ. പഠിയാ എൻജോയ് വാടായിക്കോട്ടെ. തിരിഞ്ഞോടോ. ക്ലാപ്പിട്. ഇനി ക്ലാപ്പിടറാ. നീ ക്ലാപ്പിടറാ കണ്ടി. സ്ലോ ക്ലാപ്പ് ഇടറാ ചികണ്ടി. ഇടടാ അങ്ങോട്ട്. ഇങ്ങനെ തന്നെ കറക്റ്റ്. അവന്റെ കേട നിന്റെ ഗോൾ ലീഡർ അല്ലേടാ? പുള്ളി ഇങ്ങനെയാണോ നടക്കുന്നത്? അവൻ പഠിപ്പിച്ചു കൊടുത്താടാ. ഇവനതൊന്നും ഇവൻ പെർഫെക്റ്റ് ചേട്ടാ. ആക്യുറേറ്റ് ആയിട്ട് ആരുമില്ല. ഇവരെ പിള്ളേരെ ഏത് അതിന് ഷോട്ട് ഇല്ലാലും എന്തില്ലാലും പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ അതിന് ഏത് കണ്ടിയാണെങ്കിലും ഇതേപോലെ നാട് ഇതേപോലെ. അതിന് എന്തൊക്കെ വന്നാലും അവന്റെയൊക്കെ അടയിരിക്കല്. വരും ചോദിക്കാൻ വരും. സ്ലോ ക്ലാപ്പ് ഇടറാ. നീ ഇത്രയും ദിവസം എവിടെയായിരുന്നാ? നിന്റെ ആണത്തൊക്കെ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഉറപ്പില്ലായിരുന്നോ? എവിടെ പോയായിരുന്നു? കണ്ടില്ല. അവനെ ഒന്ന് ഇൻസ്റ്റാ ലൈവ് 4 ആള് കാണട്ടടാ. അവനൊന്ന് കാണട്ടടാ 4 ആള്. ഇങ്ങോട്ട് വാ. നിന്റെ കൂട്ടത്തിലുള്ളവരെ കാണണം. ശിഖണ്ഡിയെ പോലെ ഇങ്ങനെ നടക്കുന്നത്. കറക്റ്റ്. ചാച്ചാ പാവടാ. ഇവനെ കൊണ്ട് സെർജി ഒരു മൊണ്ണാന്ന് 10 വട്ടം പറയിപ്പിച്ചടാ. അത് പറയിപ്പിച്ച ഒന്നുകൂടാ. മണിയും കേക്കണ്ടാടാ. മണിയും കേട്ടില്ലല്ലോ. ഒന്നുകൂടി പറ. സൗണ്ട് പോരാ. You have reached an automated voice. ട്യൂബ്ലൈറ്റ് കണ്ടി. അവനവിടെ കാണട്ടാ ക്ലാപ്പ് ചെയ്യുന്നത്. ഒരു ക്ലാപ്പ് വിട്ടാടാ ഒന്ന്. നിർത്താൻ പറഞ്ഞില്ലോ. ഫ്രണ്ടിൽ നിന്ന് മാറടാ. ഒരു ക്ലാപ്പ് വിട്ടാടാ. ഇത് ശീലം ഉണ്ടോടാ നിനക്ക്? ശീലം ഉണ്ടോന്നോ? പെർഫെക്റ്റ്. ഒരു ക്ലാപ്പ് വിടറാ. ഇനി ശീലിച്ചോളും. നമ്മളൊരു ജോലി സെറ്റ് പൈസ ഉണ്ടാക്കണം. എങ്ങനെ പിന്നെ പരിചയമില്ലാണ്ടിരിക്കടാ.
പരിചയം ഇല്ലെന്ന് പറഞ്ഞു മിക്കവാറും ഇന്ന് മുതൽ പരിചയം ആവും ഇന്ന് മുതൽ ശീലമാക്കൂലടാ. 5 മിനിറ്റ് കൂടെ ഇതൊക്കെ ശീലമാക്കില്ല അല്ലേ ശീലാവാനൊന്നുമില്ല ഇവന് ഇതല്ലേ പണി ഇതല്ലേ എന്ത് ശീലാവാൻ ഓ സമാധാനമായി ആ വീഡിയോ എടുക്കട്ടെ ആദ്യം ഓർമ്മിച്ചത് ഈ ഞാൻ ബോബോയോട് ഒരു സോറി പറ സോറി ആ സോറി പവറില്ലല്ലോ ബോബോയോട് പറഞ്ഞത് സോറി എന്താ വേണ്ട സോറി ബോബോ ആ കറക്റ്റ് 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 ഇത് കറക്റ്റ് അയ്യോ അത് പവർ പോരില്ലടാ നല്ലോണം പറഞ്ഞു എന്നോട് സോറി പറഞ്ഞപ്പോ ഒരു പവർ ഉണ്ടായിരുന്നു ബോബോയോട് പറഞ്ഞപ്പോ അതില്ല സോറി ബാബി സോറി ബാബി ഓരെ അത് ഓരെ ഒന്നോടെ പോരാ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് സോറി അത് പവർ പോരല്ലടാ പോരാ ഒന്നുകൂടെ കേക്കട്ടെ നീ നിർത്താതെ 10 വട്ടം സത്തമാ അങ്ങനല്ല ബോബോ നീ തിരിഞ്ഞു ചെരുപ്പൂരി കാല് തൊട്ടണോ സോറി പറ ഒരു 10 അത് സൂപ്പർ ആയിരിക്കും വീഡിയോ എടുക്കട്ടെ ആ അറിയാതോ ഇതിന്റെ നാടല്ല കൂടുതലേ എന്താ അല്ലല്ല പറഞ്ഞിട്ടില്ലേ സോറി ബൈ സോറി ബൈ സോറി വ്യക്തം വേണം കാരണം പറഞ്ഞില്ലെങ്കിൽ സമയം കൂടും കേട്ടോ സോറി ബൈ സോറി ബൈ മര്യാദക്ക് സോറി ബൈ സോറി ബൈ നീ മര്യാദക്ക് പറയുന്ന വരെ നീ പറഞ്ഞു സോറി ബൈ നീ നോർമൽ തുറന്നു നമ്മൾ നിർത്താൻ പറഞ്ഞേ അന്നേരം നിർത്താൻ അതുവരെ പറഞ്ഞോ നീ പറയടേ പോരാ പറഞ്ഞ പോരാ നമുക്ക് തൃപ്തി സോറി ബൈ സോറി ബൈ ചേഞ്ച് ഉണ്ട് നീ എന്ത് വിചാരിച്ചടാ നീ ഒന്ന് താളം വിടുമ്പോ നമ്മളങ്ങ് തുള്ളി തരും സോറി ബൈ സമാധാനം പറയടാ ഒരു നല്ലൊരു സോറി പറഞ്ഞ തീരുന്ന പ്രശ്നമുള്ളൂ പക്ഷെ നീ മണ്ടനായിട്ട് ഇരുന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എടാ മോനെ നല്ല രസമുണ്ട് കേൾക്കാൻ രസമുണ്ട് നീ പറ ആ വാട്ടണ ഒരു ഫോട്ടോ ഇട് വീഡിയോ എടുക്കുക വാട്ടണ ഇപ്പുറത്ത് വീഡിയോയുടെ ഓപ്ഷൻ ഉണ്ട് വീഡിയോ ഇട് ഞാൻ കുറെ എടുത്ത് പറയടാ സോറി സോറി ബൈ കാലോട്ട് സോറി പറ സോറി ബൈ ഫുൾ സാറ്റിസ്ഫൈഡ് എന്നാലും ഇങ്ങനെ എന്റർടൈൻമെന്റ് പ്രതീക്ഷയില്ല സത്യല്ലേ കൊരങ്ങന്റെ ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയും പറയായിരുന്നു അതുപോലും ഇല്ല സോറി ബൈ സോറി ബൈ കുഴപ്പമില്ല പറഞ്ഞില്ലല്ലോ പറടാ പിടിയടാ കുട്ടാ ഫോട്ടോ എടുക്കട്ടാ സോറി ബൈ കാലുപിടി സോറി ബൈ ആ സോറി ബൈ സോറി ബൈ ആ സോറി ബൈ ആ സോറി ബൈ ആ സോറി ആ ബോബേ ബാക്കി പറയാനുള്ളൊക്കെ സ്ലാപ്പ് ഇട്ടു മറ്റേ സാധനം ചെയ്യടാ മറ്റേ സാധനം അല്ലല്ല നീ ഡയറക്റ്റ് സ്ലാപ്പ് ഇട്ടു ആ അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അല്ല മറ്റേ ഇത് ചെയ്യടാ എടാ ഞാനാ വിളിച്ചത് ആ ഇനി കത്തിച്ചു കുഴപ്പമില്ല ഈ കോച്ചിനെ കൊണ്ട് തോച്ച് കോച്ച് അവൻ വിൽക്കാൻ വേണ്ടി ആളെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോച്ച് ഇവന്റെ ഒക്കെ അങ്ങ് ഒളിച്ചിരിപ്പ് സേഫ് സോൺ കഴിപ്പോ അങ്ങ് തീർന്നു ഇവന്റെ ഒക്കെ അവന്റെ കുത്തിക്കഴ ആപ്പിയല്ലടാ മണിയാ മണിയനുണ്ടല്ലോ ഇന്നലെ മണിയുടെ വീട്ടിലായിരുന്നു മണിയനെ കാണാൻ പോയത് ഇന്നലെ പോലും കേസ് അവൻ എന്റെ അടുത്ത് വിഷമിച്ച് കേസ് പറഞ്ഞു അതൊന്ന് ആലോചിച്ച് അവന്റെ അടുത്ത് വിഷമിച്ച് ഈ കാര്യം പറഞ്ഞിരിക്കണേടാ ഇതുപോലെ ഇവന്മാര് ഇതുവരെ കിട്ടിയില്ലല്ലോ എനിക്ക് അവന്മാരെ പണണോന്ന് പറഞ്ഞു അവന്മാര് കാരണം സേഫ് സോണിൽ നിന്ന് ഇറങ്ങില്ലല്ലോ എന്തൊരു കണ്ടികളവന്മാര് ഇതുവരെ ഇത്ര ദിവസം അവന്മാര് സേഫ് സോണിൽ ഇറങ്ങിയില്ലല്ലോ